കുറഞ്ഞ ചേരുവകൾ വെച്ച് നല്ല നാടൻ രീതിയിൽ തന്നെ അരിയുണ്ട തയ്യാറാക്കിയെടുക്കാം. ആദ്യമായിട്ട് തയ്യാറാക്കിയെടുക്കേണ്ടത് പാലക്കാടൻ മട്ട അരി നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഇങ്ങനെ അരി പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറ് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അടുത്ത ട്രിപ്പ് പൊടിച്ചെടുക്കാൻ കുറച്ച് സമയം കൊടുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. അരി വറുത്തെടുക്കുന്ന സമയത്ത് എല്ലാ അരിയും ഒരുപോലെ വറവായിട്ടില്ലെങ്കിൽ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരികുണ്ട കിട്ടാനുള്ള ടിപ്പാണ്. ഇഡ്ലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടി തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും ഇതേ അരിപ്പൊടി തന്നെയാണ്. അരിയുണ്ടയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ വറുത്തെടുത്ത കാഷ്യൂനട്ട് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കുക. കാഷ്യൂനട്ടിന് പകരമായി തൊലി കളഞ്ഞെടുത്ത നിലക്കടലയും ഇതേ രീതിയിൽ തന്നെ വറുത്തെടുത്ത് പൊടിച്ചെടുക്കാം. ഒരു നാളികേരം മുഴുവനായി ചിരകിയെടുക്കുക. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കറക്കിയതിന് ശേഷം നമ്മുടെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാ ചേരുവകളും ചേർത്ത് ലാസ്റ്റ് ഉണ്ട ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നിയാൽ അരമുറി തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അധികം കല്ലുകളൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചു കൊടുക്കാം. നാട്ടിൽ കിട്ടുന്ന ശർക്കരയിലൊക്കെ ഒരുപാട് കല്ലുകൾ കാണുന്നത് കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കിത് ഉരുക്കിയെടുത്ത് ചേർക്കാവുന്നതാണ്. ഉരുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കരുത്. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 1-2 പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കുക. ശേഷം കയ്യിലേക്ക് കുറേശ്ശെ എടുത്ത് ഉണ്ട പിടിക്കുക. പൊടിയിൽ നിന്ന് അല്പം എടുത്ത് കഴിച്ചു നോക്കിയാൽ നമുക്ക് മധുരത്തിൻ്റെ അളവ് മനസ്സിലാവും. മധുരം ഇനിയും വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവുകയാണെങ്കിൽ ഇനിയും തേങ്ങ ചേർത്ത് കൊടുക്കണം. പൊടി കയ്യിലേക്കിട്ട് ഒന്ന് വെള്ളത്തിൽ പിടിച്ചെടുക്കുക. കുറേശ്ശെ എടുത്ത് ഫുള്ളും ബോൾസാക്കി എടുക്കുക. തേങ്ങ നന്നായി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് 4 ദിവസത്തിലും കൂടുതൽ പുറത്ത് വയ്ക്കരുത്. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് തണുപ്പ് പോകാൻ വെച്ചാൽ മതി. വീക്കെൻഡായിട്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അരിയുണ്ട തയ്യാറാക്കുന്ന ഒരു ഷോർട്ട്സ് വീഡിയോ ഞാൻ മുൻപ് ഇട്ടിരുന്നു കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്.